ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈ ബിസിനസ് ചെയ്യുന്നവർ നിത്യവും കനകധാരാസ്തവം ചൊല്ലുന്നത് നല്ലതാണെന്നൊക്കെ ജ്യോതിഷികൾ പറയാറുണ്ട്. അത് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാക്കുമെന്നാണ് അവരുടെ അവകാശവാദം. എന്താണ് ഹരിക്ക് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? കനകധാരാസ്തവം എന്നുള്ളത് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഉപനയനം കഴിഞ്ഞ് അദ്ദേഹം സമാവർത്തനം മുമ്പ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം വരെയുള്ള വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് ഭിക്ഷ യാചിച്ച് ഓരോ കുടുംബങ്ങൾ പോയി ഭിക്ഷ യാചിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അരിയോ എന്തോ കാര്യങ്ങളൊക്കെ സ്വന്തമായി പാചകം ചെയ്ത് കഴിച്ച് വിദ്യ അഭ്യസിച്ച് പോകണമെന്നാണ് ഒരു എന്താ പറയുക ഉപനയനം കഴിഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്തെ ഒരു രീതി. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ ആവുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക ഉപനയനം കഴിഞ്ഞ് ഭിക്ഷ തേടിപ്പോയി ഒരു ഇല്ലത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തർജനം, കാരണം വളരെ വളരെ ദാരിദ്ര്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കുടുംബത്ത് ഒന്നുമില്ല. അപ്പോൾ ഭിക്ഷ യാചിച്ച് വരുന്ന ഒരാൾക്ക് ഭിക്ഷ കൊടുക്കാതിരിക്കാനും കഴിയില്ല. ആ സമയത്ത് എന്താ പറയുക, അവിടെ ആകെ തപ്പി കിട്ടിയ ഒരു നെല്ലിക്ക ശങ്കരാചാര്യ സ്വാമികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ചൊല്ലിയതാണ് കനകധാരാസ്തവം എന്നാണ് പറയുക. അതിനുശേഷം സ്വർണം ധാരാളമായി വന്നു എന്നും ധാരാളമായി സ്വർണം വർഷിച്ചു എന്നും അതുകൊണ്ട് ആ കുടുംബത്തിന് വളരെയധികം ധാരാളമായിട്ടുള്ള എന്താ പറയുക അഭിവൃദ്ധി ഉണ്ടായെന്നൊക്കെ കഥകളിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൽ ഈ കനകധാര സ്തോത്രം നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് തന്നെയാണ്. ഭഗവാൻ അതിൽ പറയുന്ന, അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അതിൽ എഴുതിയിരിക്കുന്ന ആ ശ്ലോകങ്ങളിലൊക്കെ പറയേണ്ടത് ഈ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായി ബാക്കി വന്ന ആ അന്തർജനത്തിന് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളാണ്. മഹാലക്ഷ്മിയെ എങ്ങനെ സ്മരിക്കണം, മഹാലക്ഷ്മി എന്നുള്ളത് ഐശ്വര്യമാണ്, ഈ ഐശ്വര്യം ഉണ്ടാവണം, ഈ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിങ്ങളുടെ ചിന്ത തന്നെ ആദ്യം വെടിയണം. നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനമുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. ഇങ്ങനെ ഒരു കുടുംബം ഏത് തരത്തിൽ അഭിവൃദ്ധിയിലേക്ക് പോകണമെന്നുള്ളതിനെപ്പറ്റി വളരെ വിസ്തരിച്ച് ഭഗവാൻ അല്ലെങ്കിൽ ശങ്കരാചാര്യർ അവിടെ ഒരു ശ്ലോകമായിട്ട് ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചൊല്ലിയപ്പോഴേ മുകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്കകളിങ്ങനെ ധാരധാരയായിട്ട് വീണു എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ രീതികൾ അനുസരിച്ചിട്ട് അവർ പെരുമാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വർണത്തിന് തുല്യമായിട്ട് ഇങ്ങനെ ധാരധാരയായിട്ട് അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ളത് വളരെ നിജമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ കുടുംബം ഇന്നും വളരെ പ്രശസ്തമായിട്ട് തന്നെയുണ്ട്. അത് തന്നെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഏത് ബിസിനസ് ചെയ്യട്ടെ, നമ്മൾ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും കനകധാരാസ്തവം ചൊല്ലുന്നത് വളരെ വളരെ ഉത്തമമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാവുക, എങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ധനം എന്നുള്ള സമ്പത്ത് എന്നുള്ളത് നമ്മളിലേക്ക് വരിക, എന്താണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് രാവിലെ കട തുറക്കുന്ന സമയത്ത് ഈ പുസ്തകം എടുത്ത് ഒന്നും മനസ്സിലാവാതെ വളരെ സ്പീഡിൽ അങ്ങ് ചൊല്ലിപ്പോയാൽ, ഈ ചൊല്ലിപ്പോകുന്ന ഒരു പാട്ട് അവിടെ മ്യൂസിക് വയ്ക്കുന്ന പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും മനസ്സിലാവാതെ ഇത് ചെയ്യുന്നു, നമ്മൾ പ്രവൃത്തി ഇതിനനുസരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു തരത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല. അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് എങ്ങനെയാണ് എന്നുള്ള വിവരണങ്ങളാണ് ഇത്തരം ശ്ലോകങ്ങളിലെല്ലാം ഈശ്വരന്മാർ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ ശ്ലോകങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഒക്കെ കാര്യം ഇത് തന്നെയാണല്ലേ? അർത്ഥം അറിഞ്ഞ് തന്നെ പറയുമ്പോഴേ അതിന് യഥാർത്ഥത്തിലുള്ളൊരു ഫലമുണ്ടാകുന്നുള്ളൂ. മന്ത്രത്തിൻ്റെ ഉപയോഗം എന്നുള്ളത് ഒന്ന് നമുക്കത് അറിയണം, അത് ചൊല്ലി തന്നെ നമ്മൾ ചെയ്യണം. അതായത് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് ഒരു പൈലറ്റ് വിമാനം പറത്തണമെങ്കിൽ വിമാനം ഓൺ ചെയ്ത് പറത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൈലറ്റിൻ്റെ ഒരു ലോഗ് ബുക്ക് അവിടെയുണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് പൈലറ്റിനടുത്ത്. ക്യാപ്റ്റൻ
ഒരു വിമാനത്തിൻ്റെ ക്യാപ്റ്റനാണെങ്കിൽ 1000 മണിക്കൂറെടുത്ത് പറന്നാൽ മാത്രമേ ക്യാപ്റ്റൻ ആവുള്ളൂ. 1000 മണിക്കൂറെടുത്ത് വിമാനം പറത്തിയ ഒരു ക്യാപ്റ്റൻ വിമാനം ഓൺ ചെയ്ത് സ്റ്റാർട്ടാക്കി മുമ്പോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിനടുത്ത് വച്ചിട്ടുള്ള ഒരു ബുക്ക് എടുക്കണം. ബുക്കെടുത്ത് അദ്ദേഹം ഓരോന്നും വായിക്കണം, വായിച്ചുകൊണ്ട് ചെയ്യണം. അതായത് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, ഞാനിത് ചെയ്യാൻ പോകുന്നു, ഞാനിത് ചെയ്യാൻ പോകുന്നു. കാരണം ഇതിൽ പറയുന്ന ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാൻ പാടില്ല. അത് ഉറക്കെ പറഞ്ഞ് തന്നെ നമ്മൾ ചെയ്യണം. കാരണം അത് മിസ്സായില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അപകടം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന നമ്മൾ ഇതിൽ പലതും നമ്മൾ ചെയ്യില്ല. പലതും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകും. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രത്തിൻ്റെ പ്രസക്തി. മന്ത്രം ഓരോന്നും നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ചെക്ക് ലിസ്റ്റുകളാണ്. ഇത് നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള അഭിവൃദ്ധി നമുക്കുണ്ടാവുള്ളൂ. കാരണം എവിടെയെങ്കിലും ഒരു ഭാഗം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാവാൻ പോകുന്ന അപകടവും നഷ്ടവും വളരെ വലുതായിരിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതായും നമ്മൾ പെരുമാറേണ്ടതായുള്ള മന്ത്രങ്ങൾ അത് ചൊല്ലുക എന്നുള്ളത് അറിഞ്ഞു ചെല്ലുകയും അത് നമ്മൾ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.